എട്ടാം ശമ്പള കമ്മീഷന്റെ ശുപാർശകൾക്കായി കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുകയാണ്. ഫെബ്രുവരി 25-ന് നടക്കാനിരിക്കുന്ന NSJCM ഡ്രാഫ്റ്റ് കമ്മിറ്റി യോഗം ഇതിൽ നിർണായകമാണ്. എട്ടാം ശമ്പള കമ്മീഷനിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ വർദ്ധിപ്പിക്കണമെന്നാണ് ജീവനക്കാരുടെ സംഘടനകളുടെ ആവശ്യം. 2026 ജനുവരി 1 മുതൽ പുതിയ കമ്മീഷൻ ശുപാർശകൾ പ്രാബല്യത്തിൽ വരുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി 25-ന് നടക്കാനിരിക്കുന്ന NSJCM ഡ്രാഫ്റ്റ് കമ്മിറ്റി യോഗം വളരെ നിർണായകമാണ്. ശമ്പള വർധനവ് നിശ്ചയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ. ഏഴാം ശമ്പള കമ്മീഷനിൽ ഇത് 2.57 ആയിരുന്നു. എന്നാൽ എട്ടാം ശമ്പള കമ്മീഷനിൽ ഇത് വർദ്ധിപ്പിക്കണമെന്നാണ് ജീവനക്കാരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഫിറ്റ്മെന്റ് ഫാക്ടർ 2.86 മുതൽ 3.25 വരെയാക്കി ഉയർത്തണമെന്നാണ് നിലവിലെ ആവശ്യം. ഫിറ്റ്മെന്റ് ഫാക്ടർ 3.25 അംഗീകരിക്കപ്പെട്ടാൽ നിലവിലെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളമായ 18,000 രൂപ 58,500 രൂപയായി ഉയർന്നേക്കും. ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളിൽ നിന്നും ഫീഡ്ബാക്ക് സ്വീകരിക്കുന്നതിനായി സർക്കാർ ഔദ്യോഗിക വെബ്സൈറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. കമ്മീഷന്റെ ശുപാർശകൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ ഏകദേശം 18 മുതൽ 20 മാസം വരെ സമയവും എടുത്തേക്കും. എങ്കിലും 2026 ജനുവരി മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാനാണ് സാധ്യത. എട്ടാം ശമ്പള കമ്മീഷന്റെ രൂപീകരണം സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കമ്മീഷന്റെ പ്രവർത്തന മാനദണ്ഡങ്ങൾക്ക് സർക്കാർ അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും നിലവിലെ ശമ്പളഘടന, രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി, ജീവനക്കാരുടെ ആവശ്യങ്ങൾ എന്നിവ വിശദമായി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ ഏകദേശം 18 മാസത്തെ സമയമാണ് അനുവദിച്ചത്. ഇതനുസരിച്ച് കമ്മീഷന്റെ റിപ്പോർട്ട് 2027 അവസാനമോ അല്ലെങ്കിൽ 2028 ആദ്യമോ മാത്രമേ സർക്കാരിന് മുന്നിലെത്തൂ. ശുപാർശകൾ സമർപ്പിക്കപ്പെട്ട ശേഷം സർക്കാർ അവ പരിശോധിച്ച് ഔദ്യോഗികമായി തന്നെ വിജ്ഞാപനം പുറപ്പെടുവിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ ഉടനടി ഒരു ശമ്പള വർധനവ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനാവില്ല. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കാൻ വൈകിയാലും ജീവനക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകില്ലെന്നാണ് മുൻകാല അനുഭവങ്ങളും വ്യക്തമാക്കുന്നത്. ഏഴാം ശമ്പള കമ്മീഷന്റെ കാലാവധി 2025 ഡിസംബർ 31-ന് അവസാനിച്ച സാഹചര്യത്തിൽ എട്ടാം ശമ്പള കമ്മീഷൻ 2026 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തിലൂടെ നടപ്പാക്കാനാണ് സാധ്യതയും. പുതിയ ശമ്പള ഘടന ഔദ്യോഗികമായി നിലവിൽ വരുന്നതുവരെ 2026 ജനുവരി മുതലുള്ള അധിക തുക കുടിശ്ശികയായി ജീവനക്കാർക്ക് ലഭിക്കും. ഇത് പലപ്പോഴും 12 മുതൽ 24 മാസം വരെയുള്ള കുടിശ്ശിക ഒന്നിച്ച് ലഭിക്കുന്നതിന് കാരണമാക്കും. ഇത്തരത്തിൽ ലഭിക്കുന്ന വലിയൊരു തുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും വലിയ സാമ്പത്തിക നേട്ടമായും മാറാറുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.